പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിരുന്നത് വിധവകളുടെയും അനാഥകളുടെയും വിഷയത്തിൽ പരിശ്രമിക്കുകയും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുകയും അതിനായി സമൂഹത്തെ പ്രേരിപ്പിക്കുകയും സ്വന്തം നിലക്ക് ആ മാർഗത്തിൽ അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനെ പോലെയാണ്. അതുപോലെ എപ്പോഴും നിന്ന് നമസ്കാരം നിർവഹിക്കുന്നതിനെ പോലെയാണ്. മുറിക്കാതെ നോമ്പ് നോക്കുന്നവനെ പോലെയാണ്. എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ പോലെയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യമാണ് കാണിക്കുന്നത്. ഇന്ന് വായിക്കാനുള്ള ഹദീസ് ഷർറു തആമിൽ വലീമ യുംനഉഹ മൻ യഅതിഹ വയുദഅ ഇലൈഹ മൻ യഅബാഹ വമൻ ലം യുജിബ് ദഅവ ഫഖദ് അസല്ലാഹ വറസൂലഹു. ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയം, ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആഹാരം എന്താണ്? തആമുൽ വലീമ, അതായത് വലീമത്തിന് നൽകുന്ന ഭക്ഷണമാണ്. യുംനഉഹ മൻ യഅതിഹ, വിളിച്ചാൽ വരുന്ന പാവപ്പെട്ടവരായ ആളുകൾ അതിലേക്ക് വിളിക്കില്ല, അവർക്കത് തടയപ്പെടും. വയുദഅ ഇലൈഹ മൻ യഅബാഹ, അതിനാവശ്യമില്ലാത്ത, അതെന്തേ കേൾക്കണില്ലേ അസ്ലം? ഹലോ, കേൾക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ കേൾക്കണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹു ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്ന ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് വായിക്കാൻ പോകുന്ന ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഒരു ഹദീസാണ്. ഷർറു തആമിൽ വലീമ യുംനഉഹ മൻ യഅതിഹ വയുദഅ ഇലൈഹ മൻ യഅബാഹ വമൻ ലം യുജിബ് ദഅവ ഫഖദ് അസല്ലാഹ വറസൂലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വലീമത്തിൻ്റെ ഭക്ഷണമാണ്. യുംനഉഹ മൻ യഅതിഹ, വിളിച്ചാൽ വരുന്ന, ആ ഭക്ഷണത്തിന് ആവശ്യമുള്ള അഥവാ പാവപ്പെട്ടവരായ ആളുകൾക്ക് അത് തടയപ്പെടും, അവരെ വിളിക്കൂല. വയുദഅ ഇലൈഹ മൻ യഅബാഹ, എന്നാൽ അത് ആവശ്യമില്ലാത്ത, വിളിച്ചാൽ തന്നെ പോണോ പോണ്ടേ എന്നൊക്കെ ചിന്തിച്ച് പലപ്പോഴും എനിക്കതിനപ്പോൾ ആ ഭക്ഷണത്തിന് എൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട് എന്ന് വിചാരിക്കുന്ന ധനികൻ, അവനെ കാര്യമായിട്ട് വിളിക്കും, പാവപ്പെട്ടവരെ ഒഴിവാക്കും. അങ്ങനെ വമൻ ലം യുജിബ് ദഅവ, ഒരാൾ ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാത്ത പക്ഷം ഫഖദ് അസല്ലാഹ വറസൂലഹു, അവൻ അള്ളാഹുവിനോടും റസൂലിനോടും ധിക്കാരം കാണിച്ചു. ഈ ഹദീസിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന് പറയുന്നത്, വലീമത്ത് എന്ന് പറഞ്ഞാൽ മിക്കവാറും വലീമത്ത് പ്രത്യേകം പറയുകയാണെങ്കിൽ അത് വിവാഹവുമായി ബന്ധപ്പെട്ട സദ്യയാണ്. നമ്മളൊരു വിവാഹം നടത്തുന്നു, ഒന്നുകിൽ സ്വന്തം നിലക്കുള്ള വിവാഹമാകാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിവാഹമാകാം. അങ്ങനെയുള്ള ഒരു വിവാഹം, അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു
ഭക്ഷണം, ഒരു വിരുന്ന് ആളുകൾക്ക് കൊടുക്കുന്നു. അതിനാണ് ഇവിടെ വലീമത്ത് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല വലീമത്ത്. വലീമത്ത് എന്ന് പറഞ്ഞാൽ ഇതേമാതിരി നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീട് താമസം, അതേപ്രകാരം തന്നെ വേറെ എന്തെങ്കിലും ഒരു പർപ്പസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മുനാസബുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരു നമ്മുടെ വീട്ടിലൊരു കുട്ടി വളരെ ഉയർന്ന മാർക്കോടുകൂടി വളരെ പ്രശംസനീയമായ നിലയിൽ പരീക്ഷയിലൊക്കെ വിജയിച്ച് നല്ല സ്ഥാനം വാങ്ങിയാൽ നമ്മളൊരു പക്ഷേ അതിനോടുള്ള നന്ദി സൂചകമായി നമ്മൾ എന്തു ചെയ്യും? ആളുകൾക്ക് ആഹാരം കൊടുക്കും, എന്തെങ്കിലും ഒരു പാർട്ടി നടത്തും. ഇങ്ങനെയുള്ള ഇതിനും വലീമത്ത് എന്ന് പറയും. ഇവിടെ പ്രത്യേകമായി ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹ സദ്യക്കാണ്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മോശപ്പെട്ട വിരുന്ന് ഇപ്രകാരം സംഘടിപ്പിക്കപ്പെടുന്ന വിരുന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എപ്രകാരം? അതിന് ഏറ്റവും ആവശ്യമുള്ള, ആ ഭക്ഷണത്തിന് ഏറ്റവും ആവശ്യമുള്ള, വളരെ വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പാവപ്പെട്ടവരുണ്ടാവും. പക്ഷെ അവരെ ക്ഷണിക്കൂല, ആ വിവാഹത്തിന് അവരെ വിളിക്കൂല. എന്നാൽ ഈ ഭക്ഷണം ആവശ്യമില്ലാത്ത, സുഭിക്ഷമായി ജീവിക്കുന്ന, കണ്ടമാനം അവൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെലവാക്കാനും വാങ്ങാനും ഒക്കെ പണമുള്ള പണക്കാരെ നോക്കി വിളിക്കും, അവനെ നിർബന്ധിക്കും വരണമെന്ന് പറഞ്ഞിട്ട്. പിന്നെയും 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 വിളിക്കും, പാവപ്പെട്ടവരെ അവഗണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സദ്യ, അതാണ് ഏറ്റവും മോശപ്പെട്ട ഷർറുൽ വലീമ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പാവപ്പെട്ടവരെ, പണക്കാരെ വിളിക്കണ്ട എന്നൊന്നും ഇതിനർത്ഥമല്ല. നേരെമറിച്ച് ഇവരെ അവഗണിച്ച് ആ ഭക്ഷണത്തോട് താല്പര്യമുള്ള, ആ ഭക്ഷണത്തിന് ആവശ്യമുള്ള, വളരെ അത്യാവശ്യമായി അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുകയും അങ്ങനെ വിശപ്പ് മാറ്റുകയൊക്കെ ചെയ്യുന്ന ധാരാളം പാവപ്പെട്ടവരുണ്ടാവും. പക്ഷെ അവരെ അവഗണിക്കുക, അവരെ ക്ഷണിക്കാതിരിക്കുക. എന്നാൽ വിളിച്ചാൽ തന്നെ എന്തിനാപ്പോൾ എനിക്കെന്തിനാപ്പോൾ ഇതിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ എന്തിനാപ്പോൾ ഞാൻ പോണ് എന്നൊക്കെ പറഞ്ഞ് ഒരാവശ്യമില്ലാത്ത ഒരുത്തന്നെ നിർബന്ധിച്ച് അതിലേക്ക് വിളിക്കുക. ഇങ്ങനെയുള്ള വലീമത്ത് വളരെ മോശപ്പെട്ട വലീമത്താണ്. എന്നാൽ വലീമത്തിന് ക്ഷണിച്ചാലോ, ഒരാളെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണോ സ്വീകരിക്കട്ടെ, നിർബന്ധമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്, വാജിബാണെന്നാണ്. മനസ്സിലായില്ലേ? വേറൊരു റിവായത്തിൽ കാണാം, ബിഅസത്താമു തആമുൽ വലീമ, ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം വലീമത്തിൻ്റെ ഭക്ഷണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വിവാഹത്തോടനുബന്ധിച്ചോ അല്ലാതെയോ നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്ന വിരുന്ന്. യുദ്ആ ഇലൈഹിൽ അഗ്നിയാവും, അതിലേക്ക് ധനികന്മാരെയൊക്കെ വിളിച്ചു കൂട്ടും. വയുത്രക്കുൽ ഫുഖറാവു, ദരിദ്രന്മാരെ ഒഴിവാക്കും. ധനികന്മാരെ വിളിച്ചു കൂട്ടും, ദരിദ്രന്മാരെ ഒഴിവാക്കും. ഇതാണ് ഈ ഹദീസിൻ്റെ സാരം. അപ്പോൾ ആളുകളെ ക്ഷണിക്കുന്ന, ആളുകൾക്ക് ആഹാരം നൽകുന്ന ഇങ്ങനെയുള്ള വലീമത്തുകളൊക്കെ എന്തു വേണം? അത് എല്ലാവരെയും പരിഗണിക്കണം. ധനികനെ ക്ഷണിക്കേണ്ടെന്നല്ല പറയുന്നത്. ധനികന് നമ്മുടെ ഏറ്റവും സ്നേഹബന്ധമുള്ള, കുടുംബബന്ധമുള്ള, അയൽവാസ ബന്ധമുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം അവർ വിളിക്കണ്ട എന്നിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദ്ദേശമല്ല. പക്ഷേ ദരിദ്രന്മാർ എന്തിനാ ഇപ്പോൾ അയാളൊക്കെ വന്ന് ഇങ്ങനെ മോശമാണ്, നല്ലൊരു വസ്ത്രം പോലും കൊടുക്കാൻ അയാൾക്കില്ല, അപ്പോൾ അയാളൊക്കെ നമ്മുടെ സദസ്സിലേക്ക് വന്നാൽ മോശമാണ്, അയാളൊന്നും വിളിക്കണ്ട എന്ന് വിചാരിച്ച് കുറച്ച് ഭക്ഷണം എന്ത് ചെയ്യുക, അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക, എന്നാലും അയാൾ ഇങ്ങോട്ട് കല്യാണത്തിന് ആളുകളുടെ ഇടയിലേക്ക് വരണ്ട എന്നൊക്കെ നമ്മൾ വെക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരെയും നമ്മൾ ആദരിക്കണം. എല്ലാവർക്കും അതിൻ്റെതായ സ്ഥാനവും മാനവും നമ്മൾ കൊടുക്കണം. ഓരോരുത്തരുടെയും അഭിമാനം ഏറ്റവും വലുതാണ്. അപ്പം അങ്ങനെയുള്ള ചില വിക്രിയകളൊക്കെ കാണിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് ഈ ഹദീസ്. അപ്പോൾ വലീമത്ത് പിന്നിലേക്ക് ക്ഷണിച്ചാൽ ആ ക്ഷണം എന്താണ്? നിർബന്ധമാണ്. അങ്ങനെ ആരെങ്കിലും ആ ക്ഷണം കാരണം മാസിയത്തുമായി ബന്ധപ്പെടുത്തിയതൊക്കെ വാജിബാന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇന്ന സംഗതി ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റകരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതിരിക്കൽ കുറ്റകരമാണ്. വമല്ലം യുജിബ് ഫഖദ് അസല്ലാഹ വറസൂലഹു, അങ്ങനെ ക്ഷണിച്ചിട്ടും ക്ഷണം സ്വീകരിക്കാതെ പോകാതിരുന്നാൽ അത് അവൻ അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിച്ചു, അവരുടെ ആജ്ഞകളെ, നിർദ്ദേശങ്ങളെ ധിക്കരിച്ചു എന്നാണ് അതിനർത്ഥം. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്, റസൂലിൻ്റെ കൽപ്പന സ്വീകരിക്കാതിരിക്കലാണ് എന്ന് പറയുമ്പോൾ
അങ്ങനെ നടപടി സ്വീകരിച്ചാൽ അത് കുറ്റകരമാണ് എന്നർത്ഥം. അപ്പം എന്തായി? വലീമത്തിന് അതുപോലുള്ള സദ്യകൾക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. എന്നാൽ അതിന് ചില നിബന്ധനകൾ പറയുന്നുണ്ട്. എന്താ നിബന്ധന? നിർബന്ധമായും പങ്കെടുക്കൽ വാജിബ് എന്ന് പറയുമ്പോൾ ആ ക്ഷണിച്ച ആളെന്തായിരിക്കണം? മുസ്ലിം ആയിരിക്കണം. അപ്പം അയാളുടെ ക്ഷണം സ്വീകരിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തത്, പിന്നെ അയാൾ എന്ത് ചെയ്യാമല്ല, വളരെ മാന്യവും അന്തസ്സോടുകൂടിയും ജീവിക്കുന്ന ആളായിരിക്കണം. എന്നാൽ വളരെ കൊള്ളരുതാത്ത നിലയ്ക്ക് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അയാളെ സംബന്ധിച്ച് പിന്നെ തീരെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറാത്ത ഒരാളാന്ന് നിൽക്കുക, അല്ലെങ്കിൽ തീരെ താടി വളർത്താത്ത ക്ലീൻ ഷേവ് ആയിട്ട് നടക്കുന്ന ആളാന്ന് നിൽക്കുക, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചൂതുന്ന ആളാന്ന് നിൽക്കുക. ഇങ്ങനെയുള്ള ആളാണെങ്കിൽ പോലും അയാളുടെ ക്ഷണം സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അയാളെ ഉപദേശിക്കാനോ അതുപോലെ തന്നെ അയാൾക്ക് ഒരു നാണം തോന്നി, ചിലപ്പോൾ ചില ആളുകൾ പങ്കെടുക്കില്ല, ചില ആളുകൾ പങ്കെടുക്കും. അവിടെ നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പങ്കെടുക്കലാണ് അഭികാമ്യം. അയാൾക്ക് ഒരു അദബ്, ഒരു മര്യാദ പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും പറ്റുമെങ്കിൽ ആ ഇതിൽ പങ്കെടുക്കണമെന്നാണ് പറയുന്നത്. പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരു മസ്ലഹത്ത്, ഇങ്ങനെ തീരെ പള്ളിയിൽ വരാത്ത ആളെ എനിക്ക് തന്നെ ഭക്ഷണം വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലപാടൊക്കെ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വയം ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇപ്പം ഇങ്ങനെ നിസ്കരിക്കാക്കുന്നത്, ഞാൻ എന്തിനാണ് എൻ്റെ സമ്പാദ്യം ചെലവാക്കി ഇങ്ങനെ വീടി വലിച്ച് നടക്കുന്നത്? അത് മോശപ്പെട്ട സംഗതിയാണല്ലോ വീടി. ആളുകൾക്ക് ഉപദ്രവം, ഈ വലിക്കുന്നവന് ഉപദ്രവം, അതിൻ്റെ പരിസരത്തുള്ള ആളുകൾക്കൊക്കെ ഉപദ്രവം. അപ്പം ഇങ്ങനെയൊക്കെ അവൻ ചിന്തിച്ചാലോ, അപ്പം അതിൽ മസ്ലഹത്തുണ്ടെങ്കിൽ അവന് അങ്ങനെ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ഒരു ഷർത്ത് എന്താണ്? ഈ കഴിക്കുന്ന ആഹാരം ഹലാലായിരിക്കണം. ഇപ്പോൾ ധാരാളം പലിശക്ക് കൊടുക്കുന്ന ആളാണ്, പലിശയിലൂടെ സമ്പാദിക്കുന്നു, അങ്ങനെ ആളുകളെ മുഴുവൻ പലിശ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൊള്ളപ്പലിശക്കാരനാണെങ്കിൽ അയാളൊരു കല്യാണം നടത്തുമ്പം നമുക്ക് അതിൽ ഖിയാറുണ്ട്. ചിലപ്പോൾ അയാളെ ഉപദേശിക്കാനും അയാളെ നന്നാക്കാനും സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അയാൾ അതിൽ നമ്മൾ പങ്കെടുക്കാം. എന്നാൽ നിർബന്ധമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഹലാലായ ധനം കൊണ്ട് നടത്തുന്ന സദ്യയാണെങ്കിൽ അതിലേക്ക് ക്ഷണിച്ചാൽ പോകൽ നിർബന്ധമാണ്. ഹലാലല്ലാത്തതെങ്കിൽ അവിടെ മസ്ലഹത്തിനനുസരിച്ചാണ്. എന്നാൽ പങ്കെടുക്കൽ ഹറാമാണെന്ന് പറയാൻ പറ്റില്ല. അത് അയാളെ ഉള്ള ബന്ധം കീപ്പ് ചെയ്ത് അയാളുടെ തിന്മയിൽ നിന്ന് അയാളെ മാറ്റാനും ഈ സാമൂഹികമായി ബന്ധപ്പെടുത്തി അയാളുടെ ഷർറ് അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് എന്നർത്ഥം. ചിലപ്പോൾ ചില ആൾക്കാരുണ്ടാവും, എന്താണ്, അയാൾക്ക് ഹലാലായ സമ്പാദ്യങ്ങളുണ്ടാവും, ഹറാമായ സമ്പാദ്യങ്ങളുണ്ടാവും, പരസ്പരം കൂടിച്ചേർന്ന് പോയിട്ടുണ്ടാവും. ചിലതൊക്കെ അയാളെ കച്ചവടത്തിലൂടെ അയാൾക്ക് നേരല്ലാത്ത മാർഗത്തിലൂടെ വരുന്ന സമ്പാദ്യങ്ങളുണ്ടാവും, കുറേ നല്ല നിലക്ക് സമ്പാദ്യങ്ങളുണ്ടാവും. അപ്പം മുഖ്തലത്താണെന്നർത്ഥം. ഹലാലും ഹറാമും കൂടിക്കലർന്നതാണ്. ആ സന്ദർഭത്തിൽ എന്താണ്, അപ്പോഴും അയാളെ പിന്നെ ക്ഷണം സ്വീകരിക്കാതിരിക്കേണ്ടതില്ല. അയാളെ ക്ഷണം സ്വീകരിക്കാം. അതിന് അയാൾക്ക് പിന്നെ ആ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഈ രൂപത്തിൽ നിൽക്കുക. അപ്പം പല നിലക്കുള്ള ഹറാമുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഉദ്യോഗസ്ഥനാണ് നിൽക്കുക, 10 മണിക്ക് ജോലിക്ക് ചെല്ലേണ്ട അയാൾ എപ്പോഴും ചെല്ലൽ 11 മണിക്കാണ്. അപ്പോൾ 1 മണിക്കൂർ അയാൾക്ക് ജോലി കൊടുത്ത ആൾക്ക് കിട്ടേണ്ട 1 മണിക്കൂർ സേവനമായി കിട്ടുന്നില്ല. എന്നാൽ ഇയാൾ 11 മണിക്ക് കയറി ചെല്ലും. എന്നിട്ടോ 5 മണിക്കാണ് ജോലി കഴിയുക. പക്ഷെ മൂപ്പരെപ്പോഴും ഒരു 3:30-4 മണിയാകുമ്പോഴേക്ക് എഴുന്നേറ്റ് പോരും. അപ്പോൾ അവിടെ 1 മണിക്കൂർ കുറഞ്ഞു. അപ്പോൾ അയാൾ വാങ്ങുന്ന ശമ്പളത്തിൽ ഹറാമുണ്ട് എന്ന് പറഞ്ഞാൽ ഹലാലല്ലാത്ത, അയാൾ ജോലി ചെയ്യാത്ത 2 മണിക്കൂറിൻ്റെ ശമ്പളം അയാൾ വാങ്ങുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും അങ്ങനെയുള്ള ശമ്പളത്തിൽ ഹറാമ് കലർന്നാലും മസ്ലഹത്തിനനുസരിച്ച് അയാളുടെ ദഅവത്തിന് നമുക്ക് ഉത്തരം ചെയ്യാം. അതായത് ഹറാമല്ല, പങ്കെടുക്കൽ ഹറാമല്ല എന്നർത്ഥം. പിന്നെ ആ ക്ഷണിക്കുന്ന വ്യക്തി ആ ക്ഷണിക്കുന്ന സ്ഥലത്ത് മുൻകറായ കാര്യങ്ങളുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഭയങ്കരമായ ഗാനമേള, അതേ പ്രകാരം തന്നെ പല കലാപരിപാടികൾ, അതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നമ്മൾ മാന്യന്മാരായ നമ്മളെപ്പോലെയുള്ള ഒരാളുകൾ നമ്മളതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വളരെയധികം അയാൾക്കൊരു പ്രോത്സാഹനമാകുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ പങ്കെടുക്കാൻ പാടില്ല.
അത് നമ്മൾ പങ്കെടുക്കാത്തത് എൻ്റെ വീട്ടിൽ ഇതുപോലുള്ള ഗാനമേളകളും ഡാൻസുകളൊക്കെ സംഘടിപ്പിച്ചതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അത് വേറെ ലോകത്ത് അങ്ങനെ കുട്ടികൾക്ക് വിട്ടുകൊടുത്തു, മൂപ്പറയിലൊന്നും ഇടപെടൂല, ഇതങ്ങനെയുള്ള ചില ആൾക്കാർ പറയാം. അതൊക്കെ കുട്ടികൾ ചെയ്തതാണ്, ഞമ്മക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. സഹോദരന്മാരെ, ഇതിനൊക്കെ ഒരു ശരിക്കുള്ള ഒരു തൻ്റെ ഇടം ആളുകൾ കാണിക്കാത്തത് കൊണ്ടാണ് ഇത്തരം തോന്നിവാസങ്ങൾ, അതായത് ആണും പെണ്ണും കൂടിക്കലർന്ന് സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് പിന്നെ ഡാൻസ് ആടുക, അതുപോലെ തന്നെ പാട്ടിനനുസരിച്ച് തുള്ളുക, അതുപോലെ പിന്നെ ഫോട്ടോഷോപ്പോ അങ്ങനെ ധാരാളം ഫോട്ടോകൾ എടുത്തുകൊണ്ട് അവിടെ ആകെക്കൂടി ആണും പെണ്ണും അന്യരും പരസ്പരം കുടുംബബന്ധമുള്ളവരും കുടുംബബന്ധമില്ലാത്തവരും പരസ്പരം മഹ്റമായ ആളുകളും മഹ്റമല്ലാത്ത ആളുകളൊക്കെ കൂടിക്കലർന്ന് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അത്തരം ഒരു സന്ദർഭമാണെങ്കിൽ അവിടേക്ക് പോകേണ്ടതില്ല, അയാൾക്കതിൽ നിന്ന് മാറി നിൽക്കാം എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. ഇനി അഥവാ അയാൾ ചെന്നാൽ ഇതൊക്കെ നിൽക്കും, അങ്ങനെ ഉണ്ടല്ലോ നാട്ടിൽ വളരെ മാന്യനായ ആളുകൾ ബഹുമാനിക്കുന്ന വളരെ അറിവും സാമൂഹ്യ സ്ഥാനവുമുള്ള ഒരാൾ ചെന്നു, അപ്പോൾ അയാൾ വരുന്നുണ്ട്, ഇതൊന്നും പറ്റൂല, അയാൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ആളാണ്, ഉടനെ തന്നെ ചെന്ന് എല്ലാം നിർത്തി സ്റ്റോപ്പാക്കി. ഇയാളെ കൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ അതിന് പോയിട്ട് അത് പാടില്ല എന്ന് അതിൻ്റെ ഉടമസ്ഥനോട് അല്ലെങ്കിൽ ക്ഷണിച്ച ആളോട് ഉപദേശിക്കൽ എന്താണ് ആവശ്യമായ ഒരു സന്ദർഭത്തിൽ അയാൾക്ക് ചെയ്യാം. പിന്നെ ഒരാൾ ക്ഷണിച്ചാൽ ഇതാ ദഅാക ഫഅജിബുഹു, നിന്റെ ഒരു സഹോദരൻ, ഒരു മുസ്ലിം സഹോദരന് മറ്റൊരു മുസ്ലിം സഹോദരനോട് ചെയ്യേണ്ട ബാധ്യതകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്ത്? 6 ബാധ്യതകൾ. അതിലൊന്നാണ് ഇതാ ദഅാക ഫഅജിബുഹു, ക്ഷണിച്ചാൽ ഉത്തരം ചെയ്യുക. അപ്പോൾ അത് നിർബന്ധത്തിൻ്റെ കാര്യമാണ് എന്നർത്ഥം. ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കൽ. വളരെ ശറഈയായ ഉദുറുണ്ടെങ്കിൽ, ഇയാൾക്ക് അതിന് മുമ്പ് ഒരു യാത്ര ഉണ്ട്, ഇയാളുടെ പരിപാടി കഴിഞ്ഞിട്ടേ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുള്ളൂ, അത് പറയാം. നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ആവശ്യത്തിന് എനിക്ക് യാത്ര പോകേണ്ടതാണ്, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഉദുറാണ്, ന്യായമായ ഉദുറാണ്. ന്യായമായ ഉദുറൊന്നുമില്ല പുരയിലിരിക്കുക, അപ്പുറത്ത് അയാൾ നമ്മളെ ക്ഷണിച്ച വിവാഹം നടക്കുക, നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുക, അതൊന്നും പാടില്ല. മുസ്ലിങ്ങൾ പരസ്പരം കൂടിച്ചേർന്ന് അന്യോന്യം സഹകരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ആ മുസ്ലിമിൻ്റെ ക്ഷണം പോലും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് സ്വീകരിക്കാം. എന്തുകൊണ്ട്? അതിലും മസ്ലഹത്തുണ്ട്. കാരണം ഒന്നുകിൽ നമ്മുടെ ആ സമ്പർക്ക കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പിന്നെ അയാളുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ പേരിൽ അയാൾക്ക് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും പ്രത്യേകിച്ച് ഒരു മഹബത്ത്, കണ്ടോ, അവരൊക്കെ നമ്മൾ കല്യാണത്തിന് വന്നു, അവരൊക്കെ നമ്മളെ സഹായിച്ചു, അവരൊക്കെ നമുക്ക് ഒത്താശ ചെയ്തു, ഇങ്ങനെയുള്ളൊരു ബോധമുണ്ടാകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഇസ്ലാമിനോടുള്ള വെറുപ്പ് അയാളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനെങ്കിലും നമുക്ക് സാധിക്കും. അതാണ് ഒരു മസ്ലഹത്ത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരു ജൂതൻ നല്ല ഒരു സദ്യ ഉണ്ടാക്കി, നബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ പൊടിയും അതുപോലുള്ള മാംസത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടിക്കലർത്തിയിട്ടുള്ള ഒരു ഏറ്റവും മെച്ചപ്പെട്ട ഒരു ആഹാരം തയ്യാറാക്കിയിട്ട് നബിയെ ക്ഷണിച്ചു. നബി പോയി ഭക്ഷണം കഴിച്ചു. അപ്പം അങ്ങനെയുള്ള ക്ഷണം സ്വീകരിക്കുന്നതിന് വിരോധമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി അടുത്ത ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാല മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ കഹാതൈനി. ഏതെങ്കിലും 2 പെൺകുട്ടികളെ ഒരാൾ സംരക്ഷിച്ചു, അവരുടെ വസ്ത്രം, അവരുടെ ആഹാരം, അവരുടെ പരിചരണം, അവരുടെ ചികിത്സ, അവരുടെ സംരക്ഷണം, ഇതൊക്കെ ഈ ആല എന്ന് പറഞ്ഞ പ്രയോഗത്തിൽപ്പെട്ടു. ആയിൽ. അപ്പോൾ ആയില എന്ന് അറബികൾ പറയാറുണ്ട്. അതിനല്ല ആയില, ആയില മാക്, കുടുംബം കൂടെ ഉണ്ടോയെന്ന് ചോദിക്കും. അല്ല അന്ത ആസിബ്, നീ ബാച്ചിലറായിട്ടാണോ ഇവിടെ ഉള്ളത്? ആയില മാക്, നിന്റെ കൂടെ ആയില കുടുംബം ഉണ്ടോയെന്ന് ചോദിക്കും. അതിലെല്ലാ കുടുംബാംഗങ്ങളൊക്കെ പെട്ടു. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 2 പെൺകുട്ടികളെ എന്താണ് ഒരാൾ സംരക്ഷിച്ചു. അങ്ങനെ അവർ പ്രായപൂർത്തി എത്തുന്നത് വരെ, ഹത്താ തബ്ലുഗ, അവർക്ക് ബുലൂഗെത്തുന്നത് വരെ. കാരണം ഏറ്റവും പ്രധാനമാണ് അവരുടെ സംസ്കാരം പഠിപ്പിക്കൽ, സാമൂഹികമായി ജീവിക്കേണ്ട മര്യാദകളൊക്കെ പഠിപ്പിക്കൽ, അതുപോലെ മതപരമായ ശിക്ഷണങ്ങൾ കൊടുക്കൽ, സ്വഭാവ സംസ്കരണം നടത്തൽ,
അതുപോലെ തന്നെ ആരോഗ്യപരമായ പരിചരണം, ആ എല്ലാ ആവശ്യത്തിനുള്ള സമയത്തും അനിവാര്യവുമായ ആഹാരം, സ്നേഹം, ലാളന, ഇങ്ങനെ എല്ലാ കാര്യത്തിലും ആ പെൺകുട്ടികൾക്ക് വല്ലാത്ത മാനസികമായ സന്തോഷം ജീവിക്കുമ്പോൾ, അത് പിതാവാണെങ്കിലും ഇനി പിതാവിൻ്റെ സഹോദരങ്ങൾ പിതാവിൻ്റെ മരണശേഷം ഈ കുട്ടികളെ സംരക്ഷിക്കുകയാണെങ്കിലും, ഇനി മുസ്ലിം സമൂഹത്തിൽ അങ്ങനെയുള്ള പെൺകുട്ടികളെ സംരക്ഷിക്കാനൊരു സംവിധാനം ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുകയാണെങ്കിലും, എങ്ങനെയായാലും പെൺകുട്ടികളുടെ പരിചരണം, അവരുടെ വളർച്ച, അവരുടെ ബുദ്ധിപരമായ വളർച്ച, അവരുടെ വികാസം, അവരുടെ സാമൂഹ്യ ജീവിതത്തിലുള്ള അവരുടെ പുരോഗതി, ഇതൊക്കെ ഇസ്ലാം വളരെയധികം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. ഇത് പ്രവാചകന്റെ വാക്കാണ്. ഇങ്ങനെയുള്ള 2 പെൺകുട്ടികളെ ആരെങ്കിലും സംരക്ഷിച്ചാൽ, പ്രായപൂർത്തിയാകുന്നത് വരെ സംരക്ഷിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ, ജാഅ യൗമൽ ഖിയാമ, അവൻ അന്ത്യനാളിൽ മരണപ്പെട്ടതിന് ശേഷമുള്ള ജീവിതത്തിൽ അവൻ വരും. ഞാനും അവനും കഹാത്തൈനി, 2 വിരലുകൾ, നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ 2 പെൺകുട്ടികളെ സംരക്ഷിച്ചവൻ അവൻ ഞാനും സ്വർഗത്തിൽ ഒന്നിച്ചാണ് താമസിക്കുക, ഈ 2 വിരലുകൾ പോലെ എന്ന് നബി പറഞ്ഞു. അപ്പം എന്താണ്, പെൺകുട്ടികളെ സംരക്ഷിച്ചിട്ടുണ്ടാകുന്ന സാമൂഹിക നാശങ്ങൾ എല്ലാവർക്കും അറിയാം. അത് വളരെ അപകടകരമാണ്. അവരെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവർ പാഴായി പോകും. പ്രത്യേകിച്ച് ആൺകുട്ടികളെ മാതിരിയല്ല, ഇവർ ദുർബലകളാണ്, ചൂഷണത്തിന് എളുപ്പമുള്ള ആളുകളാണ്. പല രൂപത്തിലും അവരെ ദുരുപയോഗപ്പെടുത്തുവാനുള്ള സാധ്യത ആൺകുട്ടികളെക്കാൾ കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതെ, ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ, വേണ്ടത്ര മേൽനോട്ടത്തിനാളില്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഒരു നാട്ടിൽ തന്നെ വലിയ ഫിത്തനയായിരിക്കും അതുകൊണ്ടുണ്ടാവുക. അതേസമയം അടക്കം, ഒതുക്കം, മാന്യമായ വസ്ത്രധാരണ, അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും, അല്ലെങ്കിൽ വീട്ടിൽ അച്ചടക്കത്തോടു കൂടിയിരിക്കും. ആവശ്യത്തിന് അത്യാവശ്യ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ ഉമ്മ കൂടെ ഉണ്ടാവും, അതല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ കൂടെ ഉണ്ടാകും. അങ്ങനെ ആ കുട്ടിയെ സംരക്ഷിച്ച്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പറഞ്ഞയക്കണം, അപ്പോൾ പള്ളിക്കൂടത്തിലേക്ക് പറഞ്ഞയക്കണം. അപ്പോൾ അതിൻ്റേതായ സംവിധാനങ്ങളൊക്കെ ചെയ്തു, അധ്യാപകരോടൊക്കെ സംസാരിച്ചു, അവരുടെ പഠന പുരോഗതിയെ സംബന്ധിച്ചൊക്കെ എപ്പോഴും അവരുടെ അധ്യാപകരുമായും സ്കൂൾ അധികൃതരുമായിട്ടൊക്കെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും വാങ്ങിക്കൊടുത്തു, എല്ലാ ഗൈഡൻസും കൊടുത്തു. അങ്ങനെ കുട്ടി അങ്ങനെ വളർന്നു വലുതാവുന്നു. നല്ല സ്വഭാവം, നല്ല വിദ്യാഭ്യാസം, നല്ല ശാരീരികമായ ആരോഗ്യം, ആവശ്യത്തിന് ആഹാരം, ഇതൊക്കെ കൂടി 2 പെൺകുട്ടികൾ, ഇനി ഒരു പെൺകുട്ടിയാണെങ്കിലും ഇത് തന്നെയാണ് എൻ്റെ വിധി. അവർക്ക് ഇങ്ങനെയൊക്കെ ഒരു സേവനം ചെയ്ത വ്യക്തി തീർച്ചയായും ആ പെൺകുട്ടികൾ കാരണം സ്വർഗത്തിൽ പ്രവാചകനോടൊപ്പമാണ് താമസിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങളോട് യാതൊരു നീതിയും ചെയ്യാത്തതാണ് ഇസ്ലാം. പെണ്ണുങ്ങളെ അടിച്ചമർത്തുന്നവരാണ്. പെണ്ണുങ്ങൾക്ക് യാതൊരു നീതിയും ചെയ്യുന്നില്ല. അവർക്ക് പല രൂപത്തിലുള്ള അനീതികളും ചെയ്യുന്നു. ആണുങ്ങൾക്ക് മേധാവിത്വം, അത് മനുഷ്യപ്രകൃതിയിലുള്ള കാര്യമാണ്. അർരിജാലു ഖവ്വാമുന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതായത് ഒരിക്കലും ധനം വിനിമയം ചെയ്യേണ്ട ഉത്തരവാദിത്വം ഒരു പെണ്ണിനില്ല. വീട്ടിൽ ചെലവ് നടത്തേണ്ടതും വീട്ടിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതും സാമ്പത്തികമായ ബാധ്യത ഏറ്റെടുക്കേണ്ടതും പുരുഷനാണ്, ഒരിക്കലും പെണ്ണല്ല. പെണ്ണിന് അതിൻ്റെ വീട്ടിൻ്റെ ഭരണം, കുട്ടികളെ നല്ല നിലയ്ക്ക് വളർത്തുക, അവിടെയുള്ള പരിചരണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ്. അതായത് ജോലിക്ക് പോലും നിർബന്ധിച്ച് ഒരു സ്ത്രീയെ പറഞ്ഞയക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. ജോലിക്ക് ചെയ്യാൻ അനുവദനീയമായ കാര്യങ്ങൾ, അവരുടെ അന്തസ്സും അവരുടെ ദീനും അവരുടെ അഭിമാനവും അവരുടെ പരലോകവും സംരക്ഷിക്കാൻ സാധിക്കുന്ന ജോലിയാണെങ്കിൽ പോകാം. അതല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട് ഒരു ഓഫീസിൽ, എല്ലാവരും കൂടിക്കലർന്നാണ് ജോലി ചെയ്യുന്നത്. സ്വാഭാവികമായും അങ്ങനെ എപ്പോഴും അവിടെ എന്തെങ്കിലും തോന്നിയാസം സംഭവിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. സാധ്യതകൾ, അതായത് ഒരു തെങ്ങിൻ തോട്ടത്തിലൂടെ തേങ്ങയിട്ട് പോകരുത് എന്ന് പഴയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കാരണം? തെങ്ങിൻ തോട്ടത്തിലൂടെ തേങ്ങയിട്ട് പോയാൽ ആ തോട്ടക്കാരൻ വിചാരിക്കും അതിൻ്റെ തെങ്ങുമെന്ന് വീണതാണ് എടുത്തുകൊണ്ടോണെന്ന് വിചാരിക്കും. മനസ്സിലായോ? ഓൻ ഇവിടുന്ന് അങ്ങാടിയിൽ നിന്ന് 50 ഉറുപ്പ്യ വാങ്ങി ഒരു തേങ്ങ വാങ്ങി അരക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കും. പക്ഷെ വഴി നടക്കുന്നത് ആ തോട്ടത്തിലൂടെ ആകുമ്പം അതിൻ്റെ തെങ്ങുമെന്ന് വീണ തേങ്ങയാണോ കൊണ്ടുപോകണമെന്ന് വിചാരിക്കും.
ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പിന്നെ വിധവകളായ സ്ത്രീകളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ പെൺകുട്ടികളെ പ്രത്യേകം സംരക്ഷിച്ച് അവരെ മാന്യകളായ വ്യക്തിത്വങ്ങളോടുകൂടി മാന്യമായ സ്വഭാവത്തോടുകൂടി വളർത്തിയെടുക്കുക, നല്ല ഒരു പുരുഷന് അവരെ വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ ഒരു സംരക്ഷണം നടത്തിയാൽ അത് തന്നെയാണ് അയാൾക്ക് സ്വർഗം കിട്ടാനുള്ള മാർഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പം പെൺകുട്ടികളെ അടിച്ചമർത്തലോ സ്ത്രീകളെ അടിച്ചമർത്തലോ ചവിട്ടിത്താഴ്ത്തലോ അവരെ അപഹസിക്കലോ ഒന്നുമല്ല. പിന്നെ അമിതമായ സ്വാതന്ത്ര്യം കൊടുത്ത് ശരീരത്തിൽ മറക്കേണ്ട വളരെ അനിവാര്യമായ ഭാഗങ്ങൾ തുറന്നിട്ട് മറ്റുള്ള പുരുഷന്മാരെ തന്നിലേക്ക് ആകർഷിച്ച് എല്ലാവിധത്തിലുള്ള ആഭാസങ്ങളും സമൂഹത്തിൽ നടത്താൻ ആവശ്യമായ മുഴുവൻ കാര്യങ്ങൾക്കും ഒരു ഉപഭോഗ വസ്തുവായി സ്ത്രീയെ ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നാശം ഉണ്ടാവും. അതാണ് ഇസ്ലാം നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം, അതുപോലെ കൊഞ്ചിക്കുഴഞ്ഞ് അന്യപുരുഷന്മാരോട് സംസാരിക്കരുത്, അവിടെയൊക്കെ സൂക്ഷിക്കേണ്ട സൂക്ഷ്മതകളൊക്കെ പാലിച്ചുകൊണ്ട് ഇടപെടണം എന്ന് ഇസ്ലാം പറയാൻ കാരണം സമൂഹത്തിന് മൊത്തമുള്ള സംരക്ഷണത്തിന് വേണ്ടിയാണ്. ആ പെണ്ണിൻ്റെ സംരക്ഷണം, ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സംരക്ഷണം, ഇതൊക്കെ ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കുത്തഴിഞ്ഞ ജീവിതം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് കഷ്ടപ്പെടുന്ന, അതുകൊണ്ട് നശിച്ച് പിന്നെ നാരായണക്കല്ല് പുറത്തു ചാടിയ എത്രയോ രാജ്യങ്ങളും സമൂഹങ്ങളും ഉണ്ട്. അവിടെയൊന്നും ഒരു കാര്യത്തിലും നിയന്ത്രണമില്ല. അതുകൊണ്ട് തന്നെ ഒരു ആടുമാടുകളെ പോലെ ജീവിക്കുന്നൊരവസ്ഥ അവർക്കിടയിൽ കാണാൻ സാധിക്കും. പക്ഷെ ഇസ്ലാം അങ്ങനെയല്ല. എല്ലാറ്റിനും ഒരു നിയന്ത്രണമുണ്ട്, എന്നാൽ സ്വാതന്ത്ര്യവുമുണ്ട്. സ്വാതന്ത്ര്യവും നിയന്ത്രണവും പരസ്പര പൂരകങ്ങളായി ഒന്നിനെ നശിപ്പിക്കുന്ന രൂപത്തിലല്ല. സ്വാതന്ത്ര്യം വേണം, എന്നാൽ അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് വിഘാതമുണ്ടാകരുത് എന്ന നിലക്കാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പം അതാണ് പെൺകുട്ടികളെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വന്നിട്ടുള്ളത്. സഹോദരന്മാരെ, നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ആയിഷ റളിയല്ലാഹു നിന്നുള്ളൊരു ഹദീസാണ് നമുക്ക് അടുത്ത ആഴ്ച പഠിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാമൂഹ്യ മര്യാദകളൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സമൂഹത്തിൽ വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ട ഒത്താശകൾ ചെയ്യാൻ, അവരെ സഹായിക്കാൻ, അത് ആരാധനകളോളം തന്നെ വളരെ പ്രധാനമാണ്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ. അതിന് വലിയൊരു പണക്കാരനാണെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തി അതിൽ നിന്നൊരു ബാലൻസ് ഉണ്ടാക്കി ഇതിന് ആവശ്യമുള്ള അത്യാവശ്യമുള്ള ആളുകളെ സഹായിക്കുക. അല്ലാതെ എല്ലാവരും വലിയ കോടീശ്വരന്മാരും പണക്കാരുമായിട്ട് പാവങ്ങളെ സഹായിക്കാൻ പറ്റുന്ന എന്നൊന്നും അർത്ഥമല്ല. അപ്പം അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരുടെ വിഷമങ്ങൾ അകറ്റുക എന്നുള്ളത് വളരെ പുണ്യകരമായ കാര്യമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഉത്ബോധനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. എത്ര സാമ്പത്തികമായി വിഷമം അനുഭവിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു പൊതു ആവശ്യത്തിന്, മുസ്ലിങ്ങളുടെ ഒരു പൊതു ആവശ്യത്തിന്, ഒരു സാമൂഹികമായ ആവശ്യത്തിന് നിങ്ങൾ എന്തെങ്കിലും സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അധികവും മുന്നിലാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ എന്തെങ്കിലും അമാന്തം കാണിക്കുന്നവർ കാണുന്നുള്ളൂ. അതൊക്കെ ഈ നടക്കുന്ന ഈ ഉത്ബോധന ക്ലാസ്സുകളിലൂടെയും ജുമാ ഖുത്ബകളിലൂടെയും ഒക്കെ അവർക്ക് കിട്ടുന്ന ഉത്ബോധനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ആളുകൾക്ക് സേവനം ചെയ്യുക, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക, പാവപ്പെട്ടവർക്ക് സേവനം ചെയ്തു കൊടുക്കുക, അവർക്ക് കണ്ണീരൊലിക്കാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അവരെ മോചിതമാക്കുക. ഇപ്രകാരം പുണ്യങ്ങൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുന്നതാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്